അവന്റെ സർവ്വവും. പരിശുദ്ധ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പുസ്തകത്തിലെ 47-ാമത്തെ ഗാനം പാടിക്കൊണ്ട് ദൈവവചനത്തിനായി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പലരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. ചേർന്ന് വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. 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 ശക്തിയേക്കണമേ അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെയും പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എനിക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായി നമ്മുടെ കർത്താവ് വിശ്വസിച്ച വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, നമ്മുടെ ആന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും മുന്നോട്ട് കയറിയിരിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. അഭിവന്യനായ മോർ ഫീലിക്സിനോസ് തിരുമേനി, തൂത്തുക്കുടി മോർ ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ശമാശന്മാരും ഗായക സംഘാചിയും ഏറ്റവും സ്നേഹമുള്ള പ്രിയ വിശ്വാസികളുടെ സമൂഹം, നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാള് കൊണ്ടാടുവാൻ തക്കവണ്ണം പവിത്രമായ നോമ്പുകളാലും ജാഗരണങ്ങളാലും ദൈവസന്നിധിയിൽ ഒരുങ്ങുന്നതായ ഈ പുണ്യമുഹൂർത്തങ്ങളിൽ 2014 വർഷം ഡിസംബർ മാസത്തിൽ അവസാനിക്കുമ്പോൾ ഈ വർഷത്തെ ധ്യാന ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടും ദൈവസ്തുതികളോടും കൂടെ അഭിവന്യ തിരുമേനിയോടൊപ്പം നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ പ്രദേശ
ദേശത്ത് ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കാത്തതിന്റെ ഫലമായോ അതിന്റെ ആഴമായ അംശങ്ങളിലേക്ക് കടന്നു വരാനായിട്ടുള്ളതായ ഒരു അവസരം ലഭിക്കാത്തതിന്റെ ഫലമായിട്ടോ തമ്പുരാന്റെ കഠിനമായ ശിക്ഷാവിധിയും ന്യായവിധിയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുവെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കേണ്ടതായ ഇടവരികയില്ല. ലോകത്തിന്റെ പ്രകാശം, വെളിവ്, ദൈവിക പ്രകാശം ഇത്തിരി വെട്ടം മാത്രമായിട്ട് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പത്രത്തിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു, പിഞ്ചു കുഞ്ഞുങ്ങളെ, നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന അതിഭീകരമായ ക്രൂരതയിലേക്ക് ലോകം നിവദിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അധാർമികതയും ക്രൂരതയും ഭവനങ്ങളിലും ചുറ്റുപാടുകളിലും എത്രത്തോളം നടക്കുന്നു എന്ന് നമുക്കും ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തിരി വെട്ടം മാത്രം അവശേഷിച്ചിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ ഒരു പ്രകാശത്തിന്റെ നല്ല അനുഭവം കിട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രൈസ്തവ സഭകളിലും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തൂടെ വാദങ്ങളും കോലാഹലങ്ങളും കലഹങ്ങളും നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തോടുകൂടെ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ വേലിയേറ്റവും അതുപോലെ തന്നെ ശക്തിയായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ സായാഹ്നത്തിൽ, ഈ മാസത്തെ, ഈ വർഷത്തെ അവസാനത്തെ ഈ സായാഹ്ന ധ്യാനം ഉപയുക്തമാക്കുവാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നാമത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. തിരുമേനി വളരെ തിരക്കേറിയ ശുശ്രൂഷകളിൽ ഇപ്പോൾ തിരുമനസ്സുകൊണ്ട് ഇടുക്കി ഭദ്രാസനത്തിന്റെയും UK ഭദ്രാസനത്തിന്റെയും ചുമതല നിർവഹിക്കുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും പോയി അവിടുത്തെ ജനങ്ങളോടൊപ്പം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ആത്മീയ ശുശ്രൂഷ നിർവഹിച്ച് തന്റെ ഭദ്രാസനത്തിലെ കാര്യങ്ങളും തൂത്തൂട്ടി സെൻട്രലിലെ ധ്യാനങ്ങളും ശുശ്രൂഷകളും ഒക്കെ നടത്തുന്നതിനോടൊപ്പം എന്റെ അനാരോഗ്യവും ക്ഷീണവും ഒക്കെ അവഗണിച്ച് മുൻകൂട്ടി ക്രമീകരിച്ച ഈ പ്രോഗ്രാം സ്വീകരിച്ചുകൊണ്ട് ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുകയാണ്. തിരുമേനിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം ചെയ്യാവുന്ന കാര്യം അനുകൂലമായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന നല്ല അനുഭവം നാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാൽ നിങ്ങൾ ധ്യാനത്തിനിരിക്കുന്ന ഒരു ചൈതന്യം ഉണ്ടാകണം. നിങ്ങൾ ആഗ്രഹമുള്ളവരാണെന്നുള്ള ഒരു തോന്നലുണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിങ്ങൾ സ്തുതിയുള്ളവരായിരിക്കണം. അതല്ലാതെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിറഞ്ഞിരിക്കുന്നവന്റെ ഒരുവനും ഭാഗം ആർക്കാ സദ്യ വിളമ്പാനായിട്ട് അത്ര ഇഷ്ടമുള്ളത്? അതുകൊണ്ട് നല്ല ദാഹത്തോടും എരിഞ്ഞി ആത്മാവോടും കൂടെ നമുക്ക് ഈ വചനങ്ങൾ സ്വീകരിപ്പാനായിട്ടിരിക്കുക. അഭിവന്യ തിരുമേനിയെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്കായിട്ട് തുറന്നു ലഭിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഭൂമിയിൽ എവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തിക്ക് പിന്നിൽ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥന്റെ വ്യക്തമായ ഇടപെടലുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന്റെ തിരുവചനത്തോടും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തോടും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെതായ വ്യക്തമായ ഇടപെടലുകൾ. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന, തിരുവചനം കേൾക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പരിശുദ്ധാത്മാവാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ധ്യാനത്തിന്റെ ക്രമീകരണങ്ങൾക്ക് പിന്നിൽ അനേകം മനുഷ്യരുണ്ടെങ്കിലും
പ്രിയമുള്ളവരെ, വ്യക്തമായി നിങ്ങളെ പ്രചോദിപ്പിച്ച് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവാത്മാവ് തന്നെയാണ്. അത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആര് ദൈവതിരുസന്നിധിയിൽ ദാഹത്തോടെ ദൈവതിരുസന്നിധിയിലേക്ക് നോക്കുന്നു, അവൻ ദൈവാത്മാവ് എന്ന് പറയും. ആര് ദൈവവചനത്തെ തിരസ്കരിക്കുന്നോ, അവൻ ദൈവരാജ്യ അനുഭവങ്ങളിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് പാടുന്ന 4 ലൈൻ ഗാനം എല്ലാവരും ചേർന്ന് ഏറ്റുപാടി പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ആഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. വരിക സത്യാത്മരൂപനെ, വരിക നിത്യസഹായക, വരിക ആശ്വാസദായക. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് തീവ്രമായി വരിക സത്യാത്മരൂപനെ, വരിക നിത്യസഹായക, വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് വരിക സത്യാത്മരൂപനെ, വരിക നിത്യസഹായക, ആരോഗ്യം ചോദിക്കുന്നവർ മുട്ടുകുത്തിന്നുകൊണ്ട് വേണം. വരിക നിത്യസഹായക, വരിക ആശ്വാസദായക. തീഷ്ണയോടെ എല്ലാവരും ചേർന്ന് വരിക സത്യാത്മരൂപനെ, വരിക നിത്യസഹായക, വരിക ആശ്വാസദായക. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന് ഭക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ വരിക സത്യാത്മരൂപനെ, വരിക നിത്യസഹായക, വരിക ആശ്വാസദായക. വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ ഭാരങ്ങളിലേക്ക്, നമ്മുടെ ഉത്കണ്ഠകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിലേക്ക് അപകർഷതാ ബോധങ്ങളിലേക്ക് വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക് പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ ലോകം മുഴുവനും നവീകരിക്കപ്പെടുവാൻ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിക്കുവാൻ കലഹങ്ങൾ നീങ്ങിപ്പോകുവാൻ സഭ നവീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ, സാമ്പത്തിക പ്രയാസത്തിൽ നട്ടം തിരിയുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ,
ഈ ധ്യാനത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളും തുറക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹം എല്ലാ മക്കളിലേക്ക് ഒഴുകാൻ വേണ്ടി ദൈവമേ, ഈ സമൂഹം സ്വർഗീയ അനുഭവങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ ദൈവാനുഭവങ്ങൾ ഈ ജനത്തിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിശ്വാസികളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. സംശയാലുക്കളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. അന്ധമായി പോയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആത്മീയ നയനങ്ങൾ തുറക്കപ്പെടട്ടെ. വിശുദ്ധിയില്ലാത്ത മനുഷ്യരിലേക്ക് വിശുദ്ധി ഒഴുകട്ടെ. അടിക്കടി വീണുപോകുന്ന പാപങ്ങളിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ സമൂഹം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറക്കപ്പെടട്ടെ. ദൈവമേ, ഈ സമൂഹം മുഴുവൻ ദൈവാന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഞാൻ പറയുന്ന പ്രാർത്ഥനയിൽ കർത്താവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകകളെയും ഞങ്ങളുടെ സഭയെയും നിറയ്ക്കണമേ. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ത്യനാളുകളിൽ സാത്താന്റെ കുടിലതന്ത്രങ്ങൾ മൂലം ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്റെ തല തകർത്ത് പൈശാചിക പ്രവർത്തനങ്ങൾ ഭൂമിയിൽ എന്നേക്കുമായി നിലച്ച് യേശുക്രിസ്തുവിന്റെ രാജ്യം, യേശുക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഴിമതിയിൽ നിന്നും അക്രമണത്തിൽ നിന്നും അനീതിയിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ. മനോഭാരത്തോടെ കടന്നു വന്നിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. രോഗശാന്തി കൊടുക്കണമേ. രോഗികളായി കടന്നു വന്നിരിക്കുന്നവർക്ക് രോഗശാന്തി കൊടുക്കണമേ. കർത്താവായ ദൈവമേ, മാനസിക രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. ഭവനമില്ലാതെ കടന്നു വന്നിരിക്കുന്ന മക്കൾക്ക് ആശ്വാസം നൽകണമേ. ആശ്വാസം നൽകണമേ. വിവാഹ തടസ്സം മൂലം മനോവേദന അനുഭവിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ സായാഹ്ന ധ്യാനത്തിന്റെ ഏറ്റവും അവസാനത്തെ സായാഹ്ന ധ്യാനമാണ് ഇന്ന് നാളെയുമായിട്ട് നടക്കുക.
ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനേകം ദൈവമക്കൾക്ക് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ സായാഹ്നത്തിൽ ഒന്നിച്ചു കൂടുവാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായ ഒരു വരമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് നന്ദിയും സ്തുതിയും പറയുവാൻ നമുക്ക് ഈ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതലായിട്ട് വിനിയോഗിക്കാം. കാരണം ദൈവവചനം കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് കേൾക്കാൻ കഴിയാതെ പോകുന്ന നൂറായിരക്കണക്കിന് മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യം ലോകത്തിലുള്ളപ്പോഴാണ് കേരളത്തിൽ വിവിധ തലങ്ങളിൽ നിരന്തരമായി തിരുവചന പ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് ദൈവത്തിന് നന്ദി പറയും. അതോടൊപ്പം ദൈവജനം ഒന്നിച്ചു കൂടിയിരുന്നു നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവം നൽകാം. അതും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാ മാസവും ഈ 2 ദിവസം ഇതാ നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട അനേകം ദൈവാനുഗ്രഹങ്ങൾ അനേകം മക്കൾക്ക് ലഭിച്ചതായി പലപ്പോഴും അന്ന് പറയാറുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ധ്യാനങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടൊരു ഗാനം അതിന് പാടിയിട്ട് തിരുവചനം കേൾക്കാൻ കർത്താവിന് പ്രചോദനം നൽകിയത് കർത്താവിനോട് നന്ദി പറയാം. അത് നല്ലൊരു കാര്യം. നമുക്കറിയാമല്ലോ, നമ്മളൊരു നന്മ ചെയ്താൽ ആരെങ്കിലും വന്ന് ഒരു നന്ദി പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നും. ഇതുപോലെ ദൈവം നമുക്ക് അനവരതമായ അനുഗ്രഹങ്ങൾ ഈ ധ്യാനത്തിനും അതുപോലെ ഈ ദേവാലയത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇത്ര വ്യക്തമായ ഒരു സാന്നിധ്യമുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ ചുരുക്കമാണ്. അത്രമാത്രം വ്യക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. രാവും പകലും പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുക. ഒരു കുടുംബം രാവിലെ വെളുപ്പിനെ 3:30 മണിയായപ്പോൾ ഇവിടെ വന്നതുപോലെ തീയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവര് തിരിയൊക്കെ കത്തിച്ച ശേഷം അവരുടെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം അവര് കത്തിച്ച തിരിയുടെ ഫോട്ടോ അവരെടുത്തോണ്ട് പോയി. പ്രിയമുള്ളവരെ, അവർക്ക് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് അവരാരോടും പറഞ്ഞില്ല. അവർക്ക് പോലും കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവർ, അവരെടുത്ത 3 ചിത്രങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ചിത്രം പറഞ്ഞിരുന്നു. വ്യക്തമായ ചിത്രം പറഞ്ഞു എന്നെ കൊണ്ട് കാണിച്ചു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കാണിച്ചാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കൊണ്ട് കാണിച്ചു. പ്രിയമുള്ളവരെ, ഈ പള്ളിയുടെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം നിൽക്കുന്ന ഈ ചിത്രത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞു, ആരോടും പറയണം. എന്തായാലും എന്നെ സംബന്ധിച്ചൊരു കാര്യം ബോധ്യപ്പെട്ടത്, ഇതാ പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഒരു സാന്നിധ്യം, അദൃശ്യ സാന്നിധ്യം ഇവിടെ അതുണ്ടെന്ന് അമ്മ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുത്തി തരിക മാത്രമല്ല, ഇതുപോലെയുള്ള അടയാളങ്ങളിലൂടെ കൂടി പോലും മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഇപ്പൊ ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി, ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കൊള്ളെ, പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, ആ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന ഇറക്കാൻ, രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തിൽ നിന്ന് നൽകുന്ന നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരമ്മ തന്റെ കൊച്ചിനോട് പറയുകയാണ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കാനും ഞാനിവിടെ ഉണ്ടെന്ന് നീ ഓർത്തോണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൊച്ചിനോട് അമ്മ പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന് നീ ഓർത്തോണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൊച്ചു കുരുത്തക്കേട് കാണിക്കുന്നു എന്നാണ് അർത്ഥം പറയുന്നത്. അപ്പൊ ഈ സാന്നിധ്യവും ഈ അടയാളങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് മണർകാട്ടുകാരൻ നല്ലവരാണെന്നല്ല, കുരുത്തക്കേട് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സായാഹ്ന ധ്യാനത്തിന്റെ അവസാനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഓരോ കുടുംബക്കാരും തങ്ങളെക്കുറിച്ച് നോക്കണം.
താൻ ദൈവത്തിന്റെ പ്രവൃത്തിയോ അതോ പിശാചിന്റെ പ്രവൃത്തിയോ ലോകത്തിൽ ചെയ്യുന്നു. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ ദിവസവും ഇതാ മണർകാട്ടുള്ള ഓരോ മക്കൾക്കും എന്നോട് വിരോധം തോന്നും. ഒരു കാര്യമില്ല, ദൈവം ഈ മൈക്ക് എൻ്റെ കയ്യിൽ തന്നിടത്തോളം കാലം ഞാനിതൊക്കെ പറയും. എന്നാണോ ഈ മൈക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പിൻവലിക്കുന്നത് അതുവരെ ഞാൻ സത്യമേ പറയും. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്കതുകൊണ്ടൊന്ന് നന്ദി പറയാം. കഴിഞ്ഞ ഒരു വർഷക്കാലം തമ്പുരാനെ വേദനിപ്പിച്ച നിമിഷങ്ങൾക്ക് മാപ്പി ചോദിക്കുന്നതോടൊപ്പം ദൈവം ചെയ്ത നന്മകൾക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഗാനം, നന്ദിയുടെ ഒരു ഗാനം നമുക്കൊന്ന് പാടാം. ചേർന്ന് ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ചേർന്ന് എല്ലാവരും ചേർന്ന് ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാനന്ദ മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാനന്ദ മഹത്വം. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. മൺപാത്രമേ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രമേ തകരാതെ കാത്തതും നീയല്ലയോ. നഗ്നതും നനച്ചതും വേറെ പെരുന്നാളും വളർത്തിയതോ വേറെങ്ങളല്ലോ. നഗ്നതും നനച്ചതും വേറെ പെരുന്നാളും വളർത്തിയതോ വേറെങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതലുള്ള വചനം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കും. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിൽ എങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ഈ ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ഈ ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. എന്നിട്ട് അവസാനത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. നമുക്കറിയാം, ഭൂമിയിൽ അനേകം ആത്മാക്കളുണ്ട്. എന്താണ് ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. എന്താണ് ആത്മാവിന്റെ പ്രത്യേകത? ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണം ഈ പള്ളിക്കകത്ത് എന്ത് വേണ്ടി വരും? ഒരു മീഡിയം. അതിന് മീഡിയം ഉണ്ടായിരിക്കണം. അതൊന്നുകിൽ മനുഷ്യനാകാം, അതല്ലെങ്കിൽ
ഒരു വിശുദ്ധന്റെ തിരിശേഷിപ്പായിരിക്കാം, അതല്ലെങ്കിൽ കൂദാശകളായിരിക്കാം, വിശുദ്ധ കുർബാനയായിരിക്കാം. എന്തായാലും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച മീഡിയം ഏതായിരുന്നു? യേശുക്രിസ്തുവായിരുന്നു. ആരായിരുന്നു? യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിച്ചു. ഇനി വേറെ പല ആത്മാവുണ്ട്. അതിലൊരാത്മാവാണ് മനുഷ്യാത്മാവ്. അതാർക്കുണ്ട്? അതെവിടെയുണ്ട്? നമുക്കുണ്ട്. ഈ ആത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അതൊരു ശരീരത്തിൽ പ്രവേശിച്ചു, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്നതിന്റെ അനന്തരഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇത് കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രതികരിക്കുന്നതുമെല്ലാം നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല, മനസ്സിന്റെ ശക്തി കൊണ്ടുമല്ല. മനസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതൊരു കെമിക്കൽ പ്രവർത്തനമാണ്, അത് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മാത്രം. ആത്മാവാണ് ജീവൻ. അപ്പൊ പ്രിയമുള്ളവരെ, മനുഷ്യനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഇപ്പോൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇരിക്കുന്ന പരുവത്തിന് അവിടെ ഇരിക്കും. മിഥ്യാചാരി ഇരിക്കുകയാണെങ്കിൽ എന്താണ്? കട്ടിലിൽ നൂർത്തിടാൻ പോലും പാടായിരിക്കും, അതുപോലെ ഇരിക്കും. ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ എക്സ്പ്രഷനോട് കൂടി തന്നെ അവിടെ ഇരിക്കും. ആത്മാവ് കഴിഞ്ഞു. അപ്പൊ ആത്മാവാണ് എന്ത് നൽകുന്നത്? ജീവൻ നൽകുന്നത്. ഇനി മൂന്നാമതൊരു ആത്മാവുണ്ട്. അതാണെന്ത്? പൈശാചിക ആത്മാക്കൾ. എന്താണ്? പൈശാചിക ആത്മാക്കൾ. അപ്പൊ പ്രിയമുള്ളവരെ, 3 ആത്മാക്കൾ ഈ ഭൂമി പ്രവർത്തിച്ചുകൊണ്ടാണ്. 3-നകത്ത് പ്രത്യേക ആത്മാക്കളുണ്ടല്ലോ. നമുക്കറിയാം, ഓരോ മനുഷ്യനും ഓരോ ആത്മാവ് വെച്ചുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, അതോടൊപ്പം ഇതാ പിശാചിന്റെ ആത്മാവ് പല സ്ഥലങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. അപ്പൊ നമ്മൾ ഓർത്ത്, ആത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? മീഡിയം. ആ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും നല്ല മീഡിയം, ഒരു ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ആത്മാവേതെന്ന് നീ തിരിച്ചറിയണം. ഇതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പ്രിയമുള്ളവർ, ഒരു സമൂഹം പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം, എന്നിട്ട് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആത്മാവിന്റെ പിടിയിൽ നമ്മളും ആയിത്തീരും. നമുക്കറിയാം, ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒന്നിച്ചൊഴിച്ചാൽ എന്നാ സംഭവിക്കും? കൂടുതൽ ചൂടുവെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചത് കുറെ നേരം കഴിയുമ്പോൾ എന്തായിത്തീരും? ചൂടായി. ഇനി തണുത്ത വെള്ളം കൂടുതലുള്ളത്തോട്ട് ചൂടുവെള്ളം 1 ഗ്ലാസ് ആണ് ഒഴിക്കരുത്, സംഭവിക്കും? കുറച്ചു നേരം കഴിയുമ്പോൾ വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളമായി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു സമൂഹത്തിൽ നിങ്ങൾ പോയി ആ മനുഷ്യരോട് സംയോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളും കുറെ നാൾ കഴിയുമ്പോൾ ആരെ പോലെയാകും? ഒന്നുകിൽ അത് ചൂട് പിടിക്കും, ഇല്ലെങ്കിൽ നമ്മളെന്തായി തീരും? എന്തായി തീരും? തണുത്തതായി. സായാഹ്ന ധ്യാനം കഴിഞ്ഞ് ചൂട് പിടിച്ചു പോകുന്ന പലരും ഇതാ തണുത്ത വെള്ളം പോലെ ആയിത്തീരാനുള്ള കാരണം എന്താണെന്ന് സായാഹ്ന ധ്യാനക്കാർക്ക് പിടികിട്ടുന്നില്ല. കാരണം എന്താണ്? പ്രിയമുള്ളവരെ, പലതിനെയും നാം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എല്ലാ മനുഷ്യനെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ, സത്യസന്ധമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ ആത്മാവും പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഓരോ പ്രത്യേകതകൾ കാണും. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ
രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ ആരുണ്ടായിരുന്നു? ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞ ആരാ? ദൈവം തെരഞ്ഞെടുത്ത ജനം, ദൈവം നയിക്കുന്ന ജനം, ദൈവം ഭക്ഷണം കൊടുക്കുന്ന ജനം, ദൈവം അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി നയിക്കുന്ന ജനം. അതാണ് ആര്? ഇസ്രായേൽ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, മാമോദീസ മുങ്ങി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു സമൂഹം, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവരുടെ ഇടയിൽ എന്ത് കാണാം? വ്യാജ പ്രവാചകന്മാർ കാണാൻ, വ്യാജം കാണാൻ സാധിച്ചു. വ്യാജം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജം എന്നപ്പോഴാണ് പറയുന്ന ഒരു സാധനത്തെ. ഉദാഹരണത്തിന്, നമ്മളൊരു സ്വർണമാല കണ്ടു, നമ്മളത് വ്യാജമാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കണ്ടാൽ സ്വർണമാല പോലെ തന്നെ ഇരിക്കും. എന്നാൽ പണയം വെക്കാൻ ചെല്ലുമ്പോൾ ബാങ്കുകാർ പോലീസിനെ വിളിക്കും. അതിന് പറയുന്ന സാധനമാണ് എന്ത്? വ്യാജം. മനസ്സിലായി? അപ്പോൾ തനി സ്വർണമല്ല, കണ്ടാൽ എങ്ങനെ ഇരിക്കും? സ്വർണം. ഇതിന് പറയുന്ന പേരെന്ത്? വ്യാജം. അപ്പൊ കണ്ടാ ക്രിസ്ത്യാനിയാണെന്ന് തോന്നും, പക്ഷേ ആരല്ല? അകത്ത് ക്രിസ്ത്യാനിയല്ല. ഇതിന് പറയുന്ന പേരെന്താ? വ്യാജം. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ ആരുണ്ടായിരുന്നു? വ്യാജന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ എന്തുണ്ട്? വ്യാജമുണ്ട്, വ്യാജന്മാരുണ്ട്. എന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ഒന്നാമത്തെ പാത്രികസഭയായ അദ്ദേഹം പറയുകയാണ്, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധ സഭയ്ക്ക് നൽകിയ ഏറ്റവും വ്യക്തമായ ഒരു ഉപദേശമാണ്, നിങ്ങളുടെ ഇടയിൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്ന ഉപദേശങ്ങൾ വ്യാജമായിട്ടുണ്ടാകാം. ഇനി അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ 2 ലക്ഷണങ്ങളാണ് അവരുടെ ഹൃദയത്തിലുള്ളത്, അവരുടെ പ്രവൃത്തിയിലുള്ളത്. ആത്മാക്കളെ തിരിച്ചറിയാനുള്ള മാർഗം ഇപ്പൊ നിങ്ങൾ പഠിച്ചിരുന്നോ? 2 സ്വഭാവങ്ങൾ വ്യാജ ആത്മാക്കൾ കാണിക്കും. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഉപദേശം രഹസ്യത്തിൽ പഠിപ്പിക്കും. അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ്, നല്ല ക്രിസ്ത്യാനി. പക്ഷേ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകൾ സംഭവിച്ചപ്പോൾ കാണാം. എന്നാൽ അദ്ദേഹം അനേക സ്ഥലങ്ങളിൽ ഉപദേശം കേൾക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പല സിനിമാക്കാരും പലയിടത്തും ഉപദേശം മേടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ ഇതാ ഒരു സിനിമാക്കാരന് ആ ഉപദേഷ്ടാവ് കൊടുത്തൊരു ഉപദേശമാണ്, നിനക്ക് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കാനല്ല, വേറെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് വഴി നിനക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ആ സിനിമാക്കാരൻ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ടുണ്ടായ വേറൊരു ഭാര്യയെ കെട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഉപദേശമായിരുന്നു എന്ന് പറയാനിടയാണ്. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ കെട്ടാൻ കാരണം ഈ ഉപദേശം കൊടുത്ത മന്ത്രവാദി ഉപദേശം കൊടുത്താണ്. എന്താണ്? നിന്റെ ഇനിയുള്ള വളർച്ച നടക്കാൻ പോകുന്നത് ഈ ഭാര്യയുടെ കൂടെ ജീവിച്ചാൽ ഇനി നിനക്ക് എന്തില്ല, വളർച്ച ഉണ്ടാകുക. മറ്റൊന്നുകൂടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാ നീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് കൂടി ചിന്തിക്കുന്നല്ല. അങ്ങനെ വലിയ ഡൈവോഴ്സ് ഉണ്ടായി, അത് വിവാദമായി, പത്രങ്ങളിൽ പോലും പരസ്യങ്ങളുണ്ടായി. പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് പറയുന്ന പേരാണെന്ത്? വിനാശകരമായ അഭിപ്രായം. നിങ്ങളൊരു വീട് വെച്ചു, ഒരാൾ വീട് കണ്ടിട്ട് പറയുകയാണ്, ഈ വീട്
എൻ്റെ പകുതി ഇരിക്കുന്നത് ശരിയായ അളവിലല്ല, ഇതങ്ങ് പൊളിക്കണം. എന്തഭിപ്രായമാണ്? വിനാശകരമായ അഭിപ്രായം. കണ്ടോ, ഇതുപോലെ നൂറായിരക്കണക്കിന് അഭിപ്രായങ്ങൾ ലോകത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറെ പല അഭിപ്രായം വരും. ഞാനിപ്പോ ഇവിടെ പറയാൻ കൊള്ളാവുന്ന അഭിപ്രായങ്ങളാണ് എന്നോട് പറഞ്ഞത്. അങ്ങനത്തെ പല അഭിപ്രായങ്ങളും എന്ത് ചെയ്യും? ലോകത്തിലേക്ക് വരും. എന്തിന്റെ ലക്ഷണമാണ്? വ്യാജത്തിന്റെ ലക്ഷണം. ഇന്ന് ഉപദേഷ്ടാക്കളെ തട്ടിയിട്ട് പ്രിയമുള്ളവരെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് ഇതാ മാമോദീസ വെള്ളം തലേ വീണ നല്ലൊരു സത്യസുറിയാനിസ് സഭയിൽപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരൻ, സഭാവിശ്വാസത്തിൽ വളരെ തീഷ്ണതയുള്ളവൻ, അവൻ എന്നെയും കൊണ്ട് വണ്ടിയെ കയറി പോയി. അവൻ എനിക്ക് ഉപദേശം തന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോൾ നടുവിന് വേദനയുണ്ടായി. അപ്പൊ എനിക്ക് ഉപദേശങ്ങൾ പലതും തന്നു. അതിനകത്തൊരു ഉപദേശമായിരുന്നു, ഈ ഷൂ ഇട്ടാൽ പ്രശ്നം ഉണ്ടാവും, പുതിയ ഷൂ മേടിക്കണം. ഞാൻ ആ ഉപദേശം സ്വീകരിച്ചു. അപ്പൊ ഞാൻ ഓർത്തവൻ പറഞ്ഞത് ശരിയായിരിക്കും. അങ്ങനെ ഞാനും അവനും കൂടെ ഷൂ മേടിക്കാൻ പോകുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, തിരുമേനി ആരെങ്കിലും മനുഷ്യർ തരുന്ന സാധനമൊന്നും തിന്നരുത്. ചിലപ്പോൾ എന്ത് ചെയ്യും? തിരുമേനിയെ കൊല്ലാനുള്ള കൈവശമായി മാറാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ തമിഴ്നാട്ടിൽ പോയി ഒരാളുടെ അടുക്ക ചെന്ന് അയാൾ കുഴൽ വെച്ച് വലിച്ചപ്പോൾ ഇറച്ചിത്തുണ്ടമാണ് ഇങ്ങോട്ട് പോകുന്നത്. തിരുമേനി ഒന്ന് പോകുന്നത് നല്ലതാ, ക്ഷമിക്കണം, സൂക്ഷിക്കും. ഇതിന് പറയുന്ന പേരെന്താ? അവൻ ആരെ തന്നെ ഇത് പഠിപ്പിച്ചു? എന്നെ തന്നെ, എന്റെ കൈവശം വരെ ഇറക്കാൻ നോക്കി. അപ്പൊ പ്രിയമുള്ള, എന്തുമാത്രം മനുഷ്യർക്ക് ഈ ഉപദേശം കൊടുക്കുക. അതുകൊണ്ട് പലർക്കും വയറ്റ് വേദന. അവൻ എന്നാ ഓർക്കുന്നത്? വല്ലോ കിഡ്നി സ്റ്റോണും ആയിരിക്കും. എന്താണ്? ഇതാ കൈവശമായിരിക്കുക, കൈവശമായി. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ എന്തായിരിക്കും? അവന് കൈവശം. ഇതിന് പറയുന്ന പേരെന്താണ്? വ്യാജ ഉപദേശം. കണ്ടോ, വ്യാജ ഉപദേശം. ഇതുപോലെ പണസംബന്ധമായ കാര്യങ്ങളിൽ ഇത്തരം ഉപദേശങ്ങൾ ലോകത്തിൽ പലരും നൽകാറുണ്ട്. നമുക്ക് പണം നേടാൻ വേണ്ടിയുള്ള നൂറായിരക്കണക്കിന് മാർഗങ്ങൾ. പ്രിയമുള്ളൊരു വ്യാജ ഉപദേശം. അങ്ങനത്തെ വ്യാജ ഉപദേശങ്ങൾ മനുഷ്യന് നൽകി കബളിപ്പിക്കുന്ന നൂറായിരക്കണക്കിന് ആളുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതിനി ആര് നൽകിയാലും, തിരുവചനത്തിന് വിരുദ്ധമായ ഉപദേശം അത് ആര് നൽകിയാലും, അതിന് ഞാൻ നൽകിയാലും അച്ഛൻ നൽകിയാലും കപ്പ്യാര് നൽകിയാലും ആ ഉപദേശം നിങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇതുപോലത്തെ വ്യാജോപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു. കുറെ നാളുകൾക്ക് മുമ്പ് ഇതാ പ്രായം ചെല്ലുമുണ്ടാകുന്ന ഒരു അസുഖമുണ്ടല്ലോ, അൾഷിമേഴ്സ്. ഈ അൾഷിമേഴ്സ് രോഗം ബാധിച്ച ഒരു ഭാര്യയും കൊണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബം, ഭാര്യയ്ക്കും ഭർത്താവിനും വിദ്യാഭ്യാസം, കുടുംബം എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇതാ ഒരാൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇതാണ് ഭാര്യയ്ക്ക് കൊടിയ പിശാചി ബാധയാണ്. അപ്പൊ ഇത് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒരു മാർഗമുള്ളത് ഏതാണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കുർബാന ചൊല്ലിക്കണം. 100 കുർബാനയെ മറ്റോ ചൊല്ലിക്കണം. 100 കുർബാനയ്ക്ക്, ഒരു കുർബാനയ്ക്ക് 1000 രൂപ വെച്ച് അടക്കണം. അപ്പൊ 1000 രൂപ വെച്ച് ഒരു കുർബാനയ്ക്ക് 100 കുർബാന ഇല്ലെങ്കിൽ എത്ര രൂപ ആവുമെന്ന് ഏകദേശം കണക്കൂട്ടുമ്പോൾ അറിയാവുള്ളൂ. അപ്പൊ അവര് വിചാരിച്ച് എന്നായാലും കാശ് പോയാലെന്നാ, ഭാര്യ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, അവര് കുർബാന ചെല്ലിക്കാൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് അവരറിഞ്ഞത് കോട്ടയത്തൊരു ധ്യാന കേന്ദ്രമുണ്ട്. എന്തെങ്കിലും റിഡക്ഷൻ കിട്ടുമോന്നറിയാനാണ് അവരിവിടെ 100-ന്റേത് 1000-ന്റേത് 500 ചെല്ലിക്കുകയാണെങ്കിൽ അത്രയും കാശ് ലാഭമില്ല. നമ്മുടെ ആളുകൾ എന്തായാലും ഒരു വന്നു. ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ കർത്താവ് എനിക്ക് നൽകിയ വചനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതിനകത്ത് ഈ വചനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, 1000 രൂപ വെച്ചുള്ള കുർബാന വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനിതുവരെ അങ്ങനത്തെ കുർബാനയൊന്നും കേട്ടിട്ടില്ല. 100 എണ്ണം ചൊല്ലിക്കഴിയുമ്പം ടപ്പേന്ന് പിശാച് ഇറങ്ങിപ്പോകുന്ന കുർബാന. അവസാനം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, നിങ്ങളിത് കബളിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ആ പറഞ്ഞ ആളുടെ പേരൊന്ന് പറയാവോ? എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഉപദേശം നൽകിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടും പറയരുത്, അതുകൊണ്ട് തിരുമേനി ചോദിക്കരുത്. ഞാൻ പറയും, ഓർക്കണം, ഈ സഭയിൽ ഇത്ര നിഷ്കളങ്കരായി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യനെ, അപ്പോഴേ കൈയോടെ പൊക്കിയ. പ്രിയമുള്ളവർ, അത്ര നല്ല മനുഷ്യൻ. ഇതിന് പറയുന്ന പേരെന്താണ്?
വ്യാജോപദേഷ്ടാക്കൾ. കണ്ടോ പ്രിയമുള്ളവരെ, പണത്തിന് വേണ്ടി ദൈവത്തെ കച്ചവടം ചെയ്യുന്ന 100 കണക്കിന് ഇതാ സംവിധാനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന് കച്ചവടം, ഇതിന് പറയുന്ന പേരാണ് വ്യാജ ഉപദേഷ്ടാക്കൾ. ഇനി അടുത്ത് പറയാണ്, തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും അവർ വിറ്റ് കാശാക്കും. നമ്മളോർത്ത് യൂദാസ് എന്ന് പറയുന്ന ആള് എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? നാഥന്റെ കൂടെ നടന്നു. എന്നിട്ട് ചെയ്ത കാര്യം എന്താണ്? പ്രിയമുള്ളവരെ, നാഥനെ പല രീതിയിൽ പുള്ളി കൈകാര്യം ചെയ്ത് പൈസ ഉണ്ടാക്കി. പല ആളുകളും പ്രിയമുള്ളവരെ നാഥനെ കാണാൻ വന്നു. ഉടനെ യൂദാസ് ചോദിച്ചു, നിനക്കെന്താ വേണം? ഉടനെ ഇതാ ആളുകൾ പറഞ്ഞു, തലവേദനയുണ്ട്, മാറ്റിത്തരാൻ ഗുരുവിനെ കാണാൻ വേണ്ടി വന്നു. ഉടനെ യൂദാസ് പറഞ്ഞു, 25 വെള്ളിക്കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, നാഥനാണ്ട് നിൽക്കുന്നു, അവിടെ ചെന്നാൽ മതി, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം, കാര്യം പറഞ്ഞു. ഉടനെ ഇവർ നാഥന് പെർമിഷൻ കിട്ടിയില്ല, നാഥൻ്റെ അടുക്കൽ ചെന്നു. നാഥൻ ചോദിച്ചു, എന്നാ മോനെ വന്നത്? എനിക്ക് തലവേദനയാണ്. നാഥൻ തലേ കൈവച്ചു, രോഗം മാറി. ചില്ലറയാരുടെ പോക്കറ്റ് കിടന്നു, യൂദാസിന്റെ പോക്കറ്റ്. നാഥൻ കാശ് മേടിച്ചോ? പക്ഷെ ഇവര് കാശ് മുടക്കേണ്ടി വന്നോ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സൗജന്യ ദാനങ്ങളെ കച്ചവടം ചെയ്ത് പോക്കറ്റുകൾ വീർപ്പിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് വ്യാജം. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് വ്യാജം എന്നാന്ന്? ഇതിന് പറയുന്ന സംവിധാനത്തിന് തന്നെ വ്യാജം. യേശുവിനെ പ്രിയമുള്ളവരെ ഒറ്റിക്കൊടുത്ത സമൂഹം ഒരു കാലത്ത്. അതിനുശേഷം പ്രിയമുള്ളവരെ അവനങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. തലവേദന, തളർവാദം ഇങ്ങനെ വരുമ്പോൾ അവനെന്ത് ചെയ്തു? 12 അപ്പോസ്തലന്മാരുണ്ട്. 12 ഒരു പത്രോസ് അപ്പോസ്തലന്റെ അടുക്ക കൊണ്ടില്ലും പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യണേ? എനിക്കിങ്ങനെ നടുവേദനയാണ്, എനിക്ക് തളർവാദമാണ്, ഗുരുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ ഉടനെ പത്രോസ് അപ്പോസ്തലൻ ആവേശക്കാരനാണ്. അന്നേരം കയ്യെ പിടിച്ച് വിളിച്ചു, ഗുരുവേ, ഇദ്ദേഹത്തിന് രോഗമാണ്, ഒന്ന് തൊട്ട് കഴിയുമ്പോൾ രോഗം മാറും. ഉടനെ പത്രോസ് അപ്പോസ്തലൻ കൈയടി, കൊള്ളാം, കണ്ടോ, ഞങ്ങളുടെ ഗുരുവിനെ കണ്ടോടാ, ഇതാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞ് അവരൊക്കെ നിഷ്കളങ്കരായിരുന്നു. പക്ഷെ യൂദാസ് മാത്രം ആരായിരുന്നു? അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കെന്ത് നേടാൻ പറ്റും? അവനത് മാത്രം. അവൻ ആ ലോകത്ത് മറ്റപ്പോസ്തലന്മാർക്കെല്ലാം അനേകം കാര്യങ്ങൾ കിട്ടി. 12 കൊട്ട നിറയെ അപ്പം നിറച്ചപ്പോൾ അവർക്കും കിട്ടി. പക്ഷേ അവരുടെ ഉള്ളു നല്ലതായിരുന്നു. ഒരുത്തന്നെ മാത്രം ഉള്ളു മോശമായിരുന്നു. പ്രിയമുള്ളവരെ, മോശമായിരുന്നു. അവൻ എന്ത് ചെയ്തുകൊണ്ടു? അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഗുരുവിനെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവന്റെ കൈ പിഴച്ചു. അപ്പോഴാ ഒരിക്കൽ 2-3 പേര് കയറി വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ചോദിച്ചു, കണ്ടാ മതിയോ? രോഗശാന്തി, അത്ഭുതങ്ങൾ, പിന്നെ മറ്റെന്തെങ്കിലും ശുശ്രൂഷ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അന്നേരം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കണ്ടാ മതി. അതോടുകൂടി യൂദാസ് വിളിച്ചിട്ട് പറഞ്ഞു, തോന്നിക്കുന്നു, ആ താടിക്കാരനെ കണ്ടു, അദ്ദേഹം. ഉടനെ അവര് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ടത് മിക്കവാറും എല്ലാവർക്കും താടിയുണ്ട്. അതിനകത്ത് ചെറുപ്പക്കാരൻ 30, 32, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. യോഹന്നാനും അതേ പ്രായം. അതുപോലെ അപ്പോസ്തലന്മാർക്ക് പലർക്കും പ്രായം കൂടുതലുള്ളൂ. ഇതിലേത് ചെറുപ്പക്കാരനാണ്? നമ്മുടെ ഗുരു. ഉടനെ അവൻ പറഞ്ഞു, ഞാനിപ്പോ ചെന്ന് ആ ഗുരുവിന് ചുംബിക്കുമ്പോൾ നിങ്ങൾ താഴെ നിന്ന് കണ്ടോണം, കണ്ടച്ചു പോകണം. എന്നിട്ട് യൂദാസ് കൈ നീട്ടി. പ്രിയമുള്ളവരെ, 30 വെള്ളിക്കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് ഗുരുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഗുരുവിനെ പിടിച്ച് സ്നേഹിച്ച് ഒരു ഉമ്മയും വെച്ച് കൊടുത്തിട്ട് കണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല. ഇതാ കാട്ടിൽ നിന്ന് ഇതാ പട്ടാളക്കാർ ചാടി വീണ് ഗുരുവിനെ ബന്ധിച്ച് എവിടെ കൊണ്ടുപോയി? ജയിലിൽ വെച്ചു. അപ്പൊ ഗുരു നഷ്ടപ്പെട്ടതിന്റെ വേദന കൊണ്ട്, കുറ്റബോധം കൊണ്ട് അവൻ അടുത്ത പരിപാടി ചെയ്യുന്നതാണ്, ഈ കാശ് കൊണ്ട്, ശപിക്കപ്പെട്ട ഈ പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ട പൈസ എറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിത്തൂങ്ങിക്കഴിഞ്ഞപ്പോ എന്നാ പറ്റി? പ്രിയമുള്ളവരെ, കയറ് പൊട്ടി താഴേക്ക് വീണു. കൊടല് പുറത്തോട്ട് വന്നിട്ട് 3 ദിവസം ചാകാതെ കിടന്നു. കണ്ടോ പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവൻ അറിഞ്ഞു അറിയാതെയും ദൈവത്തെ എന്ത് ചെയ്യുന്നു? പ്രിയമുള്ളവരെ, സത്യദൈവത്തോട് അവൻ വിശ്വസ്തനാകുന്നില്ല. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്കെല്ലാം കാരണം ഇതാണ്. നമ്മളൊക്കെ ഇന്ന് അറിഞ്ഞു അറിയാതെയും തമ്പുരാന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തമ്പുരാനോട് ചേരാനാണോ, തമ്പുരാനെ കൊണ്ട് നേടാനാണോ, ദാതാവിനെ സ്വന്തമാക്കാനാണോ നമ്മൾ വന്നിരിക്കുന്നത്?
ദാനങ്ങൾ സ്വന്തമാക്കാനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, കൂടുതൽ പേരും ദാതാവിനെ വെറുത്ത് ദാനങ്ങളെ സ്നേഹിക്കുന്നു. കണ്ടോ, ദാതാവിനെ വെറുത്ത് ദാനങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയും അവനായിരിക്കുന്ന സ്ഥലത്ത്, ഞാനായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ തമ്പുരാന്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, നിങ്ങൾ നേടാൻ വേണ്ടി വരുന്നവരോ അതോ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തിനാ വരുന്നത്? പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ പലപ്പോഴും പല സ്ഥലത്തേക്കും ഓടി വരാറുണ്ട്. എപ്പോഴാണെന്നറിയോ? നേടും എന്ന് മനസ്സിലാവും. അടുത്ത ദിവസം ആളെന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. അവരൊരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അപ്പൊ എന്നോട് ഒത്തിരി പരാതികളൊക്കെ പറഞ്ഞ് വീട് സ്ഥലമെല്ലാം വിൽക്കാൻ മേലാതെ കിടക്കുകയാണ്, ഒത്തിരി പ്രതിസന്ധിയിലാണ്, അപ്പൊ നിങ്ങളിലെ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നാട്ടെ, നാളെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് അവസാനം ഇദ്ദേഹത്തിന്റെ ശല്യം സഹിക്കുക വയ്യാതെ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച. പ്രിയമുള്ളവര്, ഞാനിവിടുന്ന് പോകാൻ നേരത്ത് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെളുപ്പിനെ 5 മണിയായപ്പോൾ പോന്ന് അദ്ദേഹം സ്ഥലത്ത് വന്ന്. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സത്യത്തിൽ ഈ തീവ്രത ഏതെങ്കിലും ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഈ മനുഷ്യൻ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ട്. കാരണം എന്താ? അവിടുന്നൊന്നും നേടാൻ. ഈ പുള്ളിക്കാരന്റെ ചിന്ത ഈ പ്രാർത്ഥനയോടുകൂടി കോടിക്കണക്കിനുള്ള സ്ഥലമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെന്താണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. ആ പ്രതീക്ഷ പുള്ളി ഉള്ളിൽ ഉയർത്തതോടുകൂടി ഇതാ ചിന്തിക്കാൻ പറ്റാത്ത എഫേർട്ട് എടുത്താണ് അദ്ദേഹം ഓരോ കാര്യം. നമ്മുടെ ആളുകളൊക്കെ ഇതാ ധ്യാനങ്ങൾ കൂടുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുമ്പോഴും ഒക്കെ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യാറുണ്ട്. എന്താ? നേടും എന്ന് തോന്നിക്കഴിഞ്ഞു. എന്നാൽ ഇത് നഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാലോ, സായാഹ്ന ധ്യാനത്തിന് വരുന്നവർക്കെല്ലാം അന്ന് രാത്രി തലവേദനയും വയറ്റുവേദനയും പ്രയാസം ഉണ്ടാവും. വചനമൊക്കെ കിട്ടും. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ ആള് കാണും, ഇവിടെ കാണും. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നേടാൻ വേണ്ടിയുള്ള വലിയ വാഞ്ച. ഈ വാഞ്ച സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമല്ല പ്രിയമുള്ളവരെ. നഷ്ടപ്പെടുത്താനുള്ള വാഞ്ചയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപഭോഗ ആസക്തി, ഭോഗാസക്തി എന്നൊക്കെ പറയും, എല്ലാം നേടുക, ഉപയോഗിക്കുക. ഈ ആസക്തി എവിടുന്ന് വന്നതാ? ദൈവത്തിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യനിൽ നിന്നാണോ? അല്ല. പിന്നെ എവിടുന്ന? പിശാച്. ഉണ്ടോ? അതുകൊണ്ടല്ലേ യേശു ഇവനെ പരീക്ഷിക്കാൻ പിശാച് അവനെ ആദ്യം വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചെന്താണ്? നിനക്ക് വിശക്കുന്നില്ലേ? നീ എന്ത് ചെയ്യേ? അപ്പമാക്കി ഈ കല്ലുകളെ കൊണ്ട് തിന്നടാ. പ്രിയമുള്ളവരെ, നേടാൻ വേണ്ടിയുള്ള ഉപദേശമാണ് പിശാച് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ആത്മാവ് കുടികൊള്ളുന്നവൻ എന്ത് ചെയ്യും? ലോകം മുഴുവനും നേടാൻ വേണ്ടി പിടിച്ചടക്കാൻ വേണ്ടി ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ പ്രിയമുള്ളവരെ, അവൻ ചവിട്ടിപ്പീച്ചുന്നത് മറ്റുള്ളവന്റെ വ്യക്തിത്വം, അവന്റെ ജീവിതം, അവന്റെ നിഷ്കളങ്കത, അവന്റെ നിരപരാധിത്വം, ഇതെല്ലാം ചവിട്ടിപ്പീച്ചിക്കൊണ്ടിരിക്കുക. ഇന്ന് ലോകം അങ്ങനെയാണ്. അച്ഛൻ നേരത്തെ ഓർമ്മിപ്പിച്ചു, ഇതാ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിക്കാൻ ഇടയായി തീർന്ന പാകിസ്ഥാനിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്താ ഇതിന്റെ പിന്നിൽ? പരിശുദ്ധാത്മാവോ മനുഷ്യാത്മാവോ പിശാചിന്റെ ആത്മാവോ? എന്താ ഇതിന്റെ പിന്നിലെ ചേതവികാരം? പിടിച്ചടക്കാനും നേടാനും വേണ്ടി ആഗ്രഹത്തിന്റെ ഓട്ടത്തിനിടയിൽ അവരെന്ത് ചെയ്യുന്നു? പലരെയും എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നേടാൻ വേണ്ടിയുള്ള വാഞ്ചക്കിടയിൽ സഹോദരന്റെ ജീവിതം ഞെരിഞ്ഞമരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക, അത് ചെയ്യുന്നവൻ ഒരിക്കലും ദൈവാത്മാവിൽ നിന്നുള്ളവൻ. ഭർത്താവ് ഇതാ തന്റെ ജീവിതം, ഇതാ തന്റെ സുഖഭോഗങ്ങൾക്കും തന്റെ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി മക്കളെയും ഭാര്യയെയും ഒരു തരത്തിലും മാനിക്കാതെ അവരുടെ വ്യക്തിത്വവും ജീവിതവും തകർത്തുകൊണ്ട് ജീവിക്കുന്നവനാണോ നീ പിശാച് ബാധിതൻ? നിന്റെ അഹങ്കാരം, നിന്റെ ഈഗോ, നിന്റെ സുഖഭോഗ ആസക്തി, നിന്റെ മദ്യപാനാസക്തി, നിന്റെ വൈരാഗ്യം, നിന്റെ വെറുപ്പ്, ഇതെല്ലാം നീ നിലനിർത്താൻ വേണ്ടി
നിന്റെ കുടുംബാംഗങ്ങളെ നീ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നീ പിശാച് ബാധിതൻ. അതുപോലെ ഒരു മരുമകള് ഓർത്തുകൊണ്ടിരിക്കണം, ഇതാ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അതുപോലെ പ്രതീക്ഷകളും അതുപോലെ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ചേർന്ന് അതൃപ്തിയും എല്ലാം കൂടെ ചേർന്ന് പുറത്തേക്ക് വന്നിട്ട് ഇതാ മറ്റുള്ളവനെ ചവിട്ടിത്താക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചങ്ങോട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം മുതൽ ഇത് അപ്പനെ മാനിക്കുന്നില്ല, അപ്പനെ കുറിച്ച് ഓർമ്മയില്ല, അമ്മയെ കുറിച്ച് ഓർമ്മയില്ല, സഹോദരങ്ങളെ കുറിച്ച് ഓർമ്മയില്ല, നമ്മളെ കുറിച്ച് മാത്രം. ഞാനുണ്ടാകണം, എൻ്റെ ഭർത്താവ് ഉണ്ടാകണം, എനിക്ക് വീടുണ്ടാകണം, എനിക്ക് പിള്ളേരുണ്ടാകണം, പിന്നെ കുടുംബത്തിലെ മുഴുവൻ സ്വത്തും എങ്ങനെയെങ്കിലും കളിപ്പിച്ച് എഴുതി മേടിച്ച് ഞങ്ങളുടെ പേരിലാക്കണം. ഈ ആഗ്രഹവുമായിട്ടാണോ ധ്യാനത്തിനിരിക്കുന്നത്? നീ ദൈവാത്മാവുള്ള ആളല്ല. പുതുപിശാചാണ് നിന്റെ ദേഹത്ത് പ്രവർത്തിക്കുന്നത്. അത് ഇറങ്ങിപ്പോകും ഈ ധ്യാനം കഴിയും. എങ്ങനെയാണ്? സ്വത്തും കിട്ടുകയില്ല, പണവും കിട്ടുക. അപ്പൊ പറയും സായാഹ്നം ധ്യാനം കൊള്ളുകയില്ല. ധ്യാനം കൂടിയതുകൊണ്ട് 10 സെന്റ് സ്ഥലം നഷ്ടപ്പെട്ടു, കിട്ടേണ്ടതായിരുന്നു, നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാജത്തിന്റെ ആത്മാവാണ് നമ്മളെ ഈ ആസക്തികൾ കൊണ്ട് നിറയ്ക്കുന്നത്. അത് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് മേഖലയിലും ഈ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഈ ആത്മാവ് മനുഷ്യനിലേക്ക് കുടികൊള്ളാൻ കാരണം എന്താണ്? നമ്മൾ നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവൻ പിതാവിൽ നിന്നുള്ളവനല്ല, എന്ന് പറഞ്ഞാൽ ആത്മാവുള്ളവനല്ല. എന്നിട്ട് പറഞ്ഞു, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെയുള്ളതൊന്നും ദൈവത്തിൽ നിന്നല്ല. അപ്പൊ ഈ ആശകൾക്കൊത്ത് ജീവിക്കുന്നത് ഒരിക്കലും തമ്പുരാനിൽ നിന്നുള്ളതല്ല. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? ആശയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് പറയാം, ആശയടക്കം, നോമ്പ് കാലം ആശയടക്കത്തിനുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷെ കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കും. ആശയടക്കം. കഴിഞ്ഞ ദിവസം ഒരച്ഛനും 3 ചെറുപ്പക്കാരും കൂടെ എന്നെ കാണാൻ, നമ്മുടെ സഭയിലെ അച്ഛനാണ്. 3 ചെറുപ്പക്കാരും മദ്യപാനം നിർത്തിയവരാണ്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും 1 വർഷത്തേക്കിന് ആശയടക്കം പരിശീലിക്കുക. എന്ന് പറഞ്ഞാൽ ഇറച്ചി, മീന്, മുട്ട തുടങ്ങുന്ന സുഖമുള്ള ഒരു സാധനം ഞങ്ങൾ കഴിക്കുന്നില്ലെന്ന് 1 വർഷത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുക. എന്തിനാണ്? മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി. മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി 1 വർഷത്തേന് ഇതുപോലത്തെ ഒരു സാധനം ഞങ്ങൾ ഇന്ന് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല. അപ്പൊ ഓർക്കണം, നമ്മുടെ പിതാക്കന്മാര് നോമ്പ് നമുക്ക് നൽകിയത് എന്തിനാ? മറ്റുള്ളവന്റെ മാനസാന്തരത്തിന് വേണ്ടി. അപ്പൊ പ്രിയമുള്ളവര്, നോമ്പ് ഉപവാസമൊക്കെ എടുക്കുന്ന നഷ്ടമാണോ അതോ നേട്ടമാണോ? നേട്ടമാണ്. ആരുടെ നേട്ടം? മറ്റുള്ളവർക്ക് നേട്ടം, ഈ സഭയുടെ നേട്ടത്തിന് വേണ്ടിയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ആത്മാക്കളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലെ അപ്പോസ്തലൻ പറഞ്ഞ ആത്മാവിന്റെ വിവേചനത്തെ കുറിച്ചാണ്. എന്നിട്ട് പറയുകയാണ്, പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും, അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടാൻ തുടങ്ങും. ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകം മുഴുവനും നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണം പരിശുദ്ധ സഭയിലും അതുപോലെ ക്രൈസ്തവ സമൂഹങ്ങളിലും ഏത് കയറിയത് കൊണ്ടാണ്? വ്യാജം കയറിയത്. ഞങ്ങൾക്കാണ് കഴിഞ്ഞ 1 മാസമായിട്ട് UK വിവിധ ഇടവകളിലെ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് കയറാനിടയായി. അതൊരു വലിയ കത്തീഡ്രൽ പള്ളിയാണ്. ഈ പള്ളിയുടെ ഒരു 10 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു ദേവാലയമാണ് കേംബ്രിഡ്ജിലെ ഏലി എന്ന് പറയുന്നത്, ഏലി പള്ളി. അപ്പൊ അവിടെ ആളുകൾ എന്നോട് പറഞ്ഞു, തിരുമേനിയെ ഞങ്ങള് വലിയൊരു പള്ളി കൊണ്ട് കാണിക്കാം. അങ്ങനെ ഞാൻ ആ പള്ളി കാണാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ചെല്ലുമ്പോൾ ഇതുപോലെയാണ് ആ പള്ളിയുടെ ഷേപ്പ്. ഇതുപോലെ വലിയ തൂണുകളൊക്കെ, ഇതിനേക്കാൾ ഇരട്ടിയുള്ള വലിയ തൂണുകൾ. പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാധാരണയായിട്ട് 15 പൗണ്ട് നൽകിയാൽ മാത്രമേ പള്ളിക്ക് അത് കാണാൻ പറ്റൂ. എന്നാൽ ഇന്ന് സൗജന്യമാണ്. ഞാൻ ചെന്നതുകൊണ്ടല്ല, മറിച്ച് അവർ പറഞ്ഞു, ഇതിനകത്ത് ഇന്ന് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിൽ. ഇവിടെ പറയാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്.
ഈ പള്ളിക്കകത്ത് നിന്ന് പറയാൻ പറ്റാത്ത സാധനങ്ങൾ ആ പള്ളിക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആരാധന നടക്കുന്ന പള്ളിയാണ്, വിശുദ്ധ കുർബാന നടക്കുന്ന പള്ളിയാണ് പറയുമ്പോൾ ആ പള്ളിയിൽ ഈ സാധനങ്ങളല്ല, ബനിയന്, ഷർട്ട്, പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് തൂക്കിയിട്ട് എങ്ങിയാറ്റം വരെ. ബലിപീഠത്തിന്റെ മുമ്പിൽ ഇതുപോലെ മേശയുടെ മുമ്പിൽ ഇതാ ഒരു ഇതിട്ടിട്ടുണ്ട്, അവിടെ കള്ള് വെച്ചിരിക്കുക വിൽക്കാൻ, മദ്യക്കുപ്പി, ഇങ്ങനെ മ്ലേച്ഛ വസ്തുക്കൾ. അതുപോലെ നമ്മുടെ ചിന്തുക്കടയെല്ലാം കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ എങ്ങനെ ഇരിക്കുവോ അതുപോലെയാണ് ആ പള്ളിക്ക്. പ്രിയമുള്ളവരെ, ആ പള്ളിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയതോടുകൂടി ഒരിക്കലും വരാത്ത നടുവേദന എന്നര വന്നു. ഞാൻ ഓർത്തത് എന്നെ ഇടപാടാണ്, നടക്കാൻ മേലാതെയായി. അവസാനം കാല് പോലും മുന്നോട്ട് വെക്കാൻ മേലാതെ ഞാൻ അവസാനം ഇരുന്നു. ആളുകളുടെ കയ്യെ പിടിച്ചാണ് ഞാൻ അവസാനം വെക്കാം. മനസ്സിന്റെ ടെൻഷൻ കൂടിയതാണ്. കണ്ടിട്ട് എനിക്ക് രോഷം വരും. അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു ഇതെല്ലാം എടുത്ത് എറിയണമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എറിഞ്ഞാൽ ചിലപ്പം അകത്ത് പോയത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 5-6 മാസത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തൂത്തുട്ടിച്ചാപ്പലും നമ്മുടെ കസേരയൊക്കെ കാണുമെന്ന് പേടിച്ചു പോയി. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയിലേക്ക് പോകും. പ്രിയമുള്ളവര്, അന്നേരമാണ് എനിക്ക് മനസ്സിലായത് പണ്ട് കാലത്ത് കർത്താവ് ഇതെല്ലാം പിടിച്ച് എറിഞ്ഞ് അവസാനം 33-ാമത്തെ വയസ്സിൽ എന്തായി. പ്രിയമുള്ളവർ, അത്ര മോശമായ കാര്യങ്ങൾ ലോകത്തിൽ നടക്കാൻ കാര്യം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാജം കയറിയതാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാജം കയറിയതാണ്. ലോകമല്ല അങ്ങനെ ആക്കിയത്. ക്രിസ്ത്യാനികളുടെ ഉള്ളിന്റെ ഉള്ളിൽ വ്യാജം കയറി നിറഞ്ഞ് അവസാനം സത്യത്തിന്റെ മാർഗം എന്ത് ചെയ്തു? നിന്ദിക്കപ്പെട്ടു. പള്ളിയിൽ പോയിട്ടുണ്ട കാര്യം ആരും ചോദിക്കാൻ തുടങ്ങി. ഞാനൊരു സാഹിബിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകാത്തത്? അന്നേരം പറഞ്ഞു, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? അന്നേരം ഞാൻ പറഞ്ഞു, ഇതാ ഭൂതാശ സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്ത് പ്രിയമുള്ളവര് പിശാചിനെ ക്രിസ്മസ് പോലെ പിശാചിനെ ആരാധിക്കുന്ന ഹാലോബിൻ എന്ന് പറഞ്ഞ ദിവസം ഞാൻ ചെന്നത് കറക്റ്റ് ആ ദിവസമായിരുന്നു. നവംബർ 2-ാം തീയതി പ്രിയമുള്ളവരെ, പരിമല തിരുമേനിയുടെ പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്കായി ഞാൻ ഈ വേഷങ്ങളൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ പല വേഷങ്ങളും ധരിച്ച്, കൊമ്പ്, അതുപോലെ താടി, അതുപോലെ അസ്ഥികൂടത്തിന്റെ വേഷം, ഇതെല്ലാം ധരിച്ച് വീടുകൾ തോറും എന്നെ കണ്ടപ്പം അവർ വിചാരിച്ച് അവരുടെ നേതാവായിരിക്കും. നമ്മൾ പള്ളിയിൽ ആരാധന നടക്കും, പുറത്തെല്ലാം ഭയങ്കര ആഘോഷം നടക്കുകയാണ്. ഈ ക്രിസ്മസ് പോലെ ഒരു വെടികെട്ടൊക്കെ നടത്തി ഇത് ആഘോഷിക്കുകയാണ്. പിശാച് ആരാധിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? ദേവാലയങ്ങൾ കച്ചവടം നടത്തുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് യൂറോപ്യൻ സമൂഹങ്ങളിൽ സത്യ ആരാധന നടന്നിരുന്ന സ്ഥലങ്ങളിൽ ദൈവവചനത്തോട് വിശ്വസ്ത പുലർത്താതെ സാക്ഷ്യം നഷ്ടപ്പെട്ട അഴിമതിയും ആക്രമണവും നടത്താൻ തുടങ്ങി. അത് തന്നെ കാരണം. അവരെ ചില ചോദിച്ചു, ഞാനും കള്ളു കുടിക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളി ആംഗ്ലിക്കൻ പള്ളി സഭയിലെ അച്ഛന്മാരും കള്ളു കുടിക്കും. എനിക്കും ഗേൾഫ്രണ്ട് ഉണ്ട്, അച്ഛനും ഗേൾഫ്രണ്ട് ഉണ്ട്. ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യാറുണ്ട്. ഇതാ ഞായറാഴ്ച അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ എന്നെ അത്യാവശ്യം എന്താ പ്രിയമുള്ളവരെ, ഈ ഇതിനകത്ത് വ്യാജം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം എന്റേത് നിങ്ങളുടേതുമാണ്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത തലമുറ യേശു ക്രിസ്തുവിനെ പുറന്തള്ളും. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇതാ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സഭാസമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ഇടയിൽ നമ്മുടെ ദേവാലയങ്ങൾ നിലനിൽക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന്റെ വചനത്തിന് സാക്ഷിയായി മാറണം. ഇതാണ് പരിശുദ്ധാത്മാവിലൂടെ നടക്കേണ്ടത്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് ആരായിത്തീരും? ഞാൻ പറഞ്ഞിട്ട് സാക്ഷിയാരാണ്? സാക്ഷിയായി തീരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സാക്ഷിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഒരു പ്രതി യഥാർത്ഥ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കണം. സാക്ഷി പറഞ്ഞാൽ ഇവൻ നിരപരാധി, അതോടുകൂടി സാക്ഷി പ്രതി ആരായി തീരും? നിരപരാധിയായി. ഒരു സാക്ഷി പറഞ്ഞാൽ മതി, ഇവൻ കുറ്റവാളി എന്ന് പറഞ്ഞാൽ അവൻ ജയിലിലാകും. ഇതുപോലെ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു എന്ന് നിന്റെ ജീവിതം കൊണ്ട് നീ നിന്റെ മക്കൾക്ക് തെളിയിച്ചു കൊടുക്കണം. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. ഇത് തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതായുസിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ യേശു ക്രിസ്തു സത്യമായും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നു
ഇതാ എന്റെ കൂടെ ഉണ്ട് എന്ന് മാതാപിതാക്കന്മാർക്ക് വെളിപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അവിശ്വാസിയായി തീരും. പ്രിയമുള്ളവരെ, അനുഭവങ്ങൾക്കപ്പുറത്തുള്ളതൊക്കെ കെട്ടുകഥകൾ. അനുഭവങ്ങൾക്കപ്പുറത്തുള്ളതൊക്കെ കെട്ടുകഥയാണ് പ്രിയമുള്ളവര്. എനിക്ക് ഇപ്പോ തീയെക്കുറിച്ച് എന്നോട് പലരും പറയുക. ഞാൻ പറയാം, അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതാ നമ്മൾ ദേഹത്തോട്ട് കഴിഞ്ഞ് നമ്മൾ തന്നെ ഉരുകിപ്പോകുന്നൊരു സാധനം, അതിന് പറയുന്ന പേരാണെന്ത്? തീ. കണ്ടോ? തിളച്ച വെള്ളത്തെ കുറിച്ച് ഒരാൾ പറയുകയാണ്, അടി തീ കത്തിച്ച് കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കും, അപ്പൊ കൈയിട്ടാൽ കൈക്ക് ചുമന്ന കളറ് വരും, അതിന് പറയുന്ന പേരെന്താണ്? ചൂടുവെള്ളം. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇതുപോലാണ് യേശു ഇന്ന്. പ്രിയമുള്ളവരെ, പല ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ യേശു ഇതുപോലത്തെ ഒരു പ്രസംഗ വിഷയവും ഒരു കെട്ടുകഥയുമാണ്. അതിനപ്പുറത്ത് യേശു സ്വന്തം ജീവിതത്തിന്റെ അനുഭവമായി മാറാത്തടത്തോളം കാലം, ദൈവാനുഭവത്തിന്റെ ഭാഗമായി മാറാത്തടത്തോളം കാലം ക്രിസ്തീയ സമൂഹത്തിന് യേശു കെട്ടുകഥ മാത്രം. അടുത്ത കാലത്ത് ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഇതിന്റെ പരിസരത്തൂടെയൊക്കെ കുറെ സ്വീഡൻകാർ വന്നിട്ട്, സ്വീഡിഷ് ആളുകളാണ്. അവരവിടുന്ന് പ്രിയമുള്ളവരെ 700ഓളം കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിൽ ഒന്നിച്ചു. 700ഓളം കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിൽ ഒന്നിച്ചു. അതിനുശേഷം അവര് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ആ കൊച്ചുങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാവുന്ന സാധനങ്ങളൊക്കെ മുത്തുകളും ഒക്കെ കൂട്ടി ഉണ്ടാക്കി. എന്നിട്ട് അതെല്ലാം കച്ചവടം ചെയ്തും വിറ്റും പൈസ ഉണ്ടായി. അങ്ങനെ അവരുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടായി. ഇവിടുത്തെ പണമനുസരിച്ച് വലിയ തുകയാണ്. അതുമായി അവർ നാട്ടിൽ വന്ന് എന്തിനാണെന്നറിയോ? ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ. ഇന്ത്യയിൽ ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ക്രിസ്മസ് അനുഭവവേദ്യമാക്കി കൊടുക്കണം, ക്രിസ്തു അനുഭവവേദി കൊടുക്കണം. അതിനാണ് അവർ വന്നത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഇതാ ഏറ്റവും ചെറിയ കുടിലുകളിലേക്ക് അവർ ഇത്രയും വലിയ ചൂടത്ത് കയറിച്ചു. അവരോട് കൂടി ഭക്ഷണം കഴിച്ചു. തങ്ങളുടെ കയ്യിലുള്ള പണം അവർ പങ്കുവച്ചവർക്ക് കൊടുത്തു. ലാപ്ടോപ്പ്, വീട് നന്നാക്കി കൊടുത്തു, എന്തെല്ലാം കാര്യം. ഏകദേശം മണർകാട് പ്രദേശത്ത് അവർ പലർക്കായിട്ട് 12 ലക്ഷത്തിലധികം രൂപയുടെ സഹായം ചെയ്തിട്ടുണ്ട്. ഓർക്കണം, ക്രിസ്തു അവർക്ക് അനുഭവം. അവർ പറഞ്ഞതാണ്. അതിനുശേഷം രാത്രിയിൽ എന്നെ കാണാൻ വേണ്ടി വന്ന പേരോട് പറഞ്ഞു, ഇന്ത്യയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ പലതും നേടിയെന്ന്. കണ്ടോ? ഞങ്ങളൊക്കെ പലതും നേടിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇല്ലാത്തവനുമായി പങ്കുവച്ചപ്പോൾ അവന്റെ ഉള്ളിൽ എന്തുണ്ടായി? ക്രിസ്തു രൂപപ്പെട്ടതായി. അപ്പോഴോർക്കണം, അതിനേക്കാളും ഭീമമായ വീടുകൾ, സൗകര്യങ്ങൾ, അത്രയും വലിയ വീടൊന്നും സ്വീഡനിലും ഇല്ല. പറയുന്നത് UK സമ്പന്ന രാജ്യമാണ്. നമ്മുടെ ഈ നാട്ടിലുള്ള അത്രയും വലിയ ഒരു വീട് അവിടെ കാണാനില്ല. സമ്പന്നരായ നായിപ്പന്മാരുടെ വീട്ടിലില്ല അങ്ങനത്തെ നമ്മുടെ പോലെ വീട്. ഇത്രയും ബാത്റൂമുകൾ, ഇത്രയും സൗകര്യങ്ങളില്ല. അതുപോലെ സമ്പന്നമായ സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആര് ജീവിക്കുന്നു? ഇല്ലാത്തവനും വേദനിക്കുന്നവനും കരയുന്നവനും ദുഃഖിക്കുന്നവനും ഒക്കെ ജീവിക്കുന്നു. ഇതുപോലെ കേരളം വിട്ട് നമ്മൾ ചിന്തിച്ചു, കേരളത്തിന് വെളിയിലുള്ള എത്രയോ സ്ഥലങ്ങളിൽ പ്രിയമുള്ളവരെ ഇതുപോലെ പട്ടിണിയും, ആന്ധ്രയും കർണാടക, ഇവരുടെ ഒറീസായും ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ പട്ടിണി നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുറെ നാൾ മുമ്പ് ഇവിടുന്ന് ഒരു വണ്ടിയിൽ ആന്ധ്രയ്ക്ക് പോയി, ഇതുപോലെ ആളുകളെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ആന്ധ്രയിൽ ആളുകളെയൊക്കെ കണ്ട് സഹായിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്നൊരച്ഛൻ ഇവിടെ വന്ന് ഞങ്ങളെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സഹായിച്ചു. അപ്പം ഞാൻ രൂപവും ഭാവവും പേരും എല്ലാം ചോദിച്ചു വന്ന് മണോത്തച്ഛനായിരുന്നു. അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങളറിയാതെ ആന്ധ്രയിൽ പോയി. അവിടെ പോയി അച്ഛൻ അവിടെ മതിൽ പണിത് കൊടുക്കുമ്പോൾ അപ്പം ഈ ഒരു മതിൽ കെട്ടിയിട്ടു അവിടെ ഒരു പള്ളിയുടെ. ഞാനിത് പറഞ്ഞത് അച്ഛന് വിഷമം തോന്നി. അപ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ അച്ഛന്മാർ എത്ര നല്ല അച്ഛന്മാരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പ്രിയമുള്ളവരെ, ആന്ധ്രയിൽ പോയി അച്ഛനായ പാവങ്ങളെയൊക്കെ കണ്ട് അവർക്ക് നല്ല സഹായം ഒക്കെ എത്തിച്ചു. ഇതുപോലെ നമ്മുടെയൊക്കെ ആളുകൾ പല സ്ഥലങ്ങളിലും പോയി പാവങ്ങളെയൊക്കെ സഹായിക്കുന്നത് കാണുന്നു. നല്ല മാതൃക. എനിക്ക് വളരെ സന്തോഷം തോന്നി, അച്ഛനോട് ഒത്തിരി ബഹുമാനം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാ, നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യാം, ഇതറിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലർക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടെ ഇനി അടുത്ത വേള പോയേക്കാം. 10 പേരൂടെ ഒരു വണ്ടിയെ കയറി പോയാൽ ഒരുത്തരെങ്കിലും ആഹാരമോ വസ്ത്രമോ കിട്ടിയാൽ അത്രയായി. ഈ മണർകാട്ടുകാരുടെ കയ്യിൽ പൈസ കൊണ്ട് കണ്ടമാനം നിറഞ്ഞിരിക്കും.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഓരോ ആളുകൾക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആവശ്യത്തിലധികം പണം ഉണ്ട്. പാപങ്ങൾക്ക് വേണ്ടി മണർകാട് പ്രദേശത്ത് തന്നെ നമ്മൾ കണ്ടെത്താത്ത എത്രയോ പാപങ്ങൾ, എത്രയോ വേദനിക്കുന്ന മനുഷ്യർ, എത്രയോ കരയുന്ന മനുഷ്യർ നമ്മൾ അറിയുന്നില്ല. അപ്പൊ പ്രിയമുള്ളവർ, യഥാർത്ഥ ആത്മാവുള്ള മനുഷ്യൻ പ്രിയമുള്ളവരെ പങ്കുവെക്കുന്നവനായി മാറും. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, സമ്പന്നമായ ആ രാജ്യത്ത് നിന്ന് വന്ന മനുഷ്യർ അവരവിടുന്ന് പണവും കളക്ട് ചെയ്ത് ഇവിടെ വന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു. നമ്മുടെ ആളുകൾ സുഖമായി ഭക്ഷണവും കഴിച്ച് സുഖിച്ച് ജീവിക്കും. ആ ഹോളി സ്പിരിറ്റ് ഉള്ളത് നമുക്കാണ്, അവർക്കാണ്. അഭിമന്യ തീമോത്തിയോസ് തിരുമേനിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരെ ഉടനെ അവരിൽ ഒരാൾ, അതിന്റെ ലീഡർ തീമോത്തിയോസ് തിരുമേനിയോട് പറഞ്ഞു, ഇന്ത്യയിലുള്ളവർക്കെല്ലാം ഹോളി സ്പിരിറ്റ് ഉള്ളവരാണല്ലോ, ഞങ്ങളിതില്ലാത്തവരാണ്. ഉടനെ തിരുമേനി പറഞ്ഞു, ആ പ്രസ്താവന തെറ്റാണ്. നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഉള്ളവരാണ്, ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു, അത് തെറ്റിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വരാൻ പറ്റും? തിരുമേനി പ്രിയമുള്ളവരെ, അപ്പോൾ ഓർക്കുക, ലോകത്തിൽ നമ്മൾ ചിന്തിക്കാത്ത അത്ര രീതിയിൽ നന്മ ചെയ്യുന്ന അനേകം മനുഷ്യരുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നു പോകാൻ കാരണം പങ്കുവെക്കപ്പെടാത്തതുകൊണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലായി തീരാൻ വേണ്ടത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും. അഴുകുന്നെങ്കിലോ ഫലം കണ്ടോ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും. നമ്മൾ ഈ സായാഹ്ന ധ്യാനം കൂടിയിട്ടും അനക്കമൊന്നും ഇല്ലാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ ഗോതമ്പ് മണി പോലെ, പണ്ടുണ്ടായിരുന്ന കോംപ്ലക്സ് അതേപോലെ തന്നെ, പണ്ടുണ്ടായിരുന്ന കുശുമ്പ് അതുപോലെ തന്നെ, പണ്ടുണ്ടായിരുന്ന പരദൂഷണ സ്വഭാവം അതുപോലെ തന്നെ, പണ്ടുണ്ടായിരുന്ന അസൂയ അതുപോലെ തന്നെ, പണ്ട് ഇതാ പരസ്പരം കയറ്റുറക്കവും ഇല്ലായിരുന്നു. അതുകൊണ്ട് സായാഹ്ന ധ്യാനത്തിന് അവർ ആ ബസ്സിലാണ് കയറുന്നെങ്കിൽ നമ്മൾ മറ്റേ ബസ്സിൽ കയറും. കണ്ടോ, ഒരു മറ്റും നമുക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എന്നാ പറ്റും? ലോകത്തിന്റെ ആത്മാവ് കയറി നമ്മളെ മുഴുവൻ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ നശിപ്പിക്കും. ഇനി 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായം 4 മുതലുള്ള വചനം. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾ കീഴടങ്ങിപ്പോകും. എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ്? ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത യേശു, അതാരാണ്? ഈ അപ്പോസ്തലൻ പ്രസംഗിച്ച യേശു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പീഡയേറ്റ് കാൽവരി ക്രൂശിൽ പെടഞ്ഞു മരിച്ച ക്രിസ്തു, സഹിച്ച ക്രിസ്തു. അതിനു പകരം എന്താണ്? സമ്പന്നമായ യേശു, പണക്കാരനായ യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി വായിച്ചേ, ഞങ്ങൾക്ക് പ്രസംഗിച്ചതല്ലാത്ത സുവിശേഷം ആരെങ്കിലും പ്രസംഗിക്കുകയോ, പിന്നെ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ. നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത ചില ആത്മാവുണ്ട്. അതിനെ സ്വീകരിക്കുന്ന, ആത്മാവിനെ സ്വീകരിക്കുന്ന 3 വഴി കൂടിയാണ്. ഏതൊക്കെ രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നത്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ നിങ്ങൾ ഒരാൾ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക, എന്നാ സംഭവിക്കും? നിങ്ങളുടെ ആന്തരീതിയിൽ മാറ്റം വരും. നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ കരയാറില്ലേ? എന്തുകൊണ്ടാ? മനസ്സിന് സ്വാധീനിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വർത്താനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആ അയാളുടെ വർത്താനത്തിലുള്ള സബ്ജക്റ്റ് കേട്ട് നിങ്ങൾക്ക് എന്താണ്? കുറെ ദിവസം കഴിയുമ്പോൾ തോന്നുകയാണ് സഭയിൽ നിന്ന് പോയേക്കാൻ, മാമോദീസ അടുത്തത് മുങ്ങണം, മാതാവിനെ വേണ്ട. ഇതൊക്കെ തോന്നിയാൽ അപ്പം മനസ്സിലായിക്കോണം, ആത്മാവ് മാറി. അത്രയും നാളും പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യർ പിറ്റേ ദിവസം പറയുകയാണ് എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ആത്മാവിൽ മാറ്റം. അപ്പോ പിന്നെ അടുത്ത് എങ്ങനെയാണ്? പത്രോസ് ചെന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് വന്നു. അതുകൊണ്ട്
എല്ലായിടത്തും പോയി എന്ത് ചെയ്യരുത്? തല വെച്ചു കൊടുക്കരുത്. ഉണ്ടോ? തല വെച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് പള്ളി വന്ന അച്ഛന്മാരെ കൊണ്ട് മാറി എന്ത് ചെയ്യാവുള്ളൂ? തലയെ കൈവപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെന്ത് ചെയ്യാണ്? വീടുകൾ തോറും കയറി ഇറങ്ങി. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. വളരെ പ്രധാനമാണ് ഈ ആത്മാവിനെ പകരുക എന്നത്. ഞാനിവിടെ 8 നോയമ്പിന് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 നോയമ്പ് ധ്യാനത്തിന്റെ ആരംഭം കഴിഞ്ഞു. എല്ലാവരെയും മുട്ടുകുത്തി നിർത്തിച്ച് മാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥന തുടങ്ങി. ഇവിടെ ഇരുന്നൊരു സ്ത്രീ ചാടി എഴുന്നേറ്റിട്ട് ആ സ്ത്രീ ചെയ്ത കാര്യം എന്നാണെന്നറിയാം? പ്രിയമുള്ളവരെ, നിറഞ്ഞാളല്ലേ, എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടോ? ഞാൻ ചുറ്റുപാടുമുള്ള മനുഷ്യനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എല്ലാവരുടെയും തലയെ കയറി കൈവെക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കൈവച്ച് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ഞാൻ ആരാണ്ട് വിളിച്ച് പറഞ്ഞു, ആ സ്ത്രീയെ അവിടെ ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ അവിടുന്ന് ഇറങ്ങി കൊച്ചപ്പാടൊക്കെ വെച്ച് ഇറങ്ങി, കാറിൽ കൂടി ഇറങ്ങി. അതിനുശേഷം പ്രിയമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞ് ഈ ധ്യാനത്തിന്റെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം അവരുടെ കൊച്ചിനെയും കൊണ്ട് അവിടെ വരാനിടയായി. വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി, മൂക്കല്ല ഇടിച്ചു തകർന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി അസ്വസ്ഥതകളും ഒത്തിരി പ്രയാസവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ മണർകാട് പള്ളിയിലെ ധ്യാനത്തിന്റെ വീഡിയോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാണുന്നത് ഈ പെണ്ണും പിള്ള പിശാച് ചാടി എഴുന്നേറ്റിട്ട് ആദ്യം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാരെന്ന് ഈ കൊച്ചിന്റെ തലയിൽ. അവിടെ ആ കൊച്ചിന്റെ തലയെ പിടിച്ച് കുലുക്കി പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സഭ നൽകിയിരിക്കുന്ന പ്രബോധനത്തെ വെച്ച് വളരെ വിശുദ്ധമായ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ കൈവപ്പ് പ്രാർത്ഥന. വളരെ വിശുദ്ധമാണ്. അതുകൊണ്ടല്ലേ ഒരു പുരോഹിതനെ കൈവച്ച് അഭിഷേകം ചെയ്യുമ്പോൾ മെത്രാപ്പോലീത്തമ വളരെ പ്രാർത്ഥനയോടുകൂടി ഉപവാസവും നോമ്പും പ്രാർത്ഥനയൊക്കെ എടുത്താണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതും അതുപോലെ ജനത്തെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശുദ്ധമായിട്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവർ വളരെ വിശുദ്ധമായ കാര്യമാണ്. പത്രോസ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു, ആത്മാവ് അവരുടെ മേൽ വന്നു. അങ്ങനെയാണെങ്കിൽ പിശാച് കയറിയവൻ നിങ്ങളുടെ ഒരു മന്ത്രവാദിന്റെ വീട്ടിൽ വന്ന് തലയ്ക്ക് വെച്ചാലോ? ബലമായിട്ട് പിടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ചുമ്മാ നിങ്ങൾ തല കുനിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ നിന്നാൽ നിങ്ങളുടെ ദേഹത്ത് മന്ത്രവാദിയുടെ ആത്മാവ് കയറിയത് തന്നെ. അതുകൊണ്ട് ഓർത്തോണം, നാട് നിങ്ങളെ ആരെങ്കിലും ഇറങ്ങി വീട് വഴി പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വീട്ടിൽ കയറ്റരുത്, തലയെ വെച്ചു കൊടുക്കരുത്, പോകും നിങ്ങളുടെ ജീവിതം. ഇനി വായിച്ചേ. നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. പെട്ടെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് പരിശുദ്ധ സഭ ഇതാ കാത്തു സൂക്ഷിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വിരുദ്ധമായ സ്ഥലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥന കൂടുന്നതും എല്ലാം പ്രാർത്ഥനയില്ലെന്ന് ഓർത്ത് പോയാൽ നമ്മൾ മാറിപ്പോകും. മാതാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. വിശുദ്ധന്മാരുള്ള മധ്യസ്ഥതയിൽ കൂട്ടായ്മയും നമ്മൾ അകന്നു പോകും. അവസാനം കൂദാശകൾ അന്യമായി തീരും. അവസാനം ഒന്നുമില്ലാത്തവരായി നമ്മൾ മാറാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓർക്കുക, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ എന്ത് ചെയ്ത് വിശ്വസിക്കരുത്. ലോകത്തിൽ അനേകം തരത്തിലുള്ള വ്യത്യസ്തപ്പെട്ട ആത്മാവാണ്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ. ഇതിലേതാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ യേശു ചെയ്തത് ചെയ്യാൻ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കും. പിശാചിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തോന്നിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ആ ആത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ തോന്നും. വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, മ്ലേച്ഛത, അശുദ്ധി, ജഡീകാസക്തി, ജഡീക പ്രവണതകൾ, മദ്യപാനം, പുകവലി തുടങ്ങി സ്വന്തം ജീവിതത്തെയും ശരീരത്തെയും നിത്യതയും നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രചോദനം വരികയാണെങ്കിൽ ഓർക്കുക, പരിശുദ്ധാത്മാവല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിലായിരിക്കാൻ വേണ്ടി പരിശുദ്ധ സഭ നമുക്ക് നൽകിയതാണെന്ത്? കൂദാശകൾ. ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വളരെ ഭക്തിയോടെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പോകും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ നിറഞ്ഞു. അതുപോലെ നമ്മൾ നോയമ്പ് ഉപവാസവും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ്. ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണ്, അവള് 95% മാർക്ക് വാങ്ങി പാസ്സായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. പള്ളി കയറുമ്പോൾ ഉള്ളിലിരുന്ന് പറയുകയാണ്, ഇറങ്ങിപ്പോക്കോടി, ഇറങ്ങിപ്പോ. അമ്മയുടെ അടുത്തേലും പറയും, തെറി പറ, ചീത്ത പറ. അമ്മ അപ്പൊ പെട്ടെന്ന് ചീത്ത പറയും.
അങ്ങനെ ഈ പെങ്കൊച്ചിന് എല്ലാത്തിനും എതിരായിട്ട് പിന്നെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദൈവം നശിക്കട്ടെ എന്ന് പറയുക. പിന്നെ സാത്താനെ പ്രൈസ് ചെയ്യാനായിട്ട് ഉള്ള തോന്നൽ വരിക. പഠനത്തിൽ തീരെ പുറകോട്ടായി. ഇങ്ങനെയുള്ള അവസ്ഥകൾ. അവൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവളോട് ഞാൻ പറഞ്ഞു, ഇത് ഹോളി സ്പിരിറ്റ് നിന്നിൽ നിന്ന് നിർവീര്യമായി പ്രവർത്തിക്കാൻ പറ്റാതായി പോകാൻ കാരണം നിന്റെ ഉള്ളിൽ വ്യാജം കടന്നുകൂടി. പല മാർഗത്തിൽ കൂടി ആയിരിക്കും. ഞാൻ ചോദിച്ചത്, നിന്റെ തലയിൽ ആരെങ്കിലും പിശാചുബാധിതരായ ഇതുപോലുള്ള മനുഷ്യർ സൈറ്റൻ വർഷിപ്പോ മറ്റു കാര്യങ്ങളുള്ള തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉടനെ അവൾ എന്നോട് പറഞ്ഞു, ആങ്ങള എനിക്മായുടെ കാസറ്റ് കൊണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്മായുടെ കാസറ്റ് സൈറ്റൻ വർഷിപ്പാണ് ആ CD-യിലൂടെ കേൾക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡ്രാക്കുള പോലെയുള്ള നല്ല പുസ്തകങ്ങൾ, നല്ല പുസ്തകമല്ല, അതുപോലത്തെയുള്ള പുസ്തകങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്ന പുസ്തകങ്ങൾ, പൈശാചികമായ കാര്യങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ വായന ഇഷ്ടപ്പെട്ടു. വായനയിലൂടെ അവൾ അറിയാതെ ഭയപ്പെട്ടു. ആ വികാരങ്ങൾ ഉൾക്കൊള്ളു. പ്രിയമുള്ളവരെ, അവൾക്ക് പഠിക്കാനും പറ്റുന്നില്ല, വായിക്കാനും. ഉണ്ടോ? ഇതുപോലെ ലോകത്തിൽ ഇന്ന് സാത്താൻ ആരാധന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊന്നിച്ചു കൂടിയിട്ട് ഇതാ പറയുന്നത്, ദേവാലയം നശിക്കട്ടെ, കൂദാശകൾ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാഗിക്കൊണ്ടിരിക്കുക. നമ്മളെന്നാ പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ഞങ്ങളങ്ങി ആരാധിക്കുന്നു, ദൈവമേ കരുണ തോന്നണമേ എന്നെപ്പോഴും പറയേണ്ട നാം എന്ത് ചെയ്യുന്നു? ആ TV ഓണാക്കി വെച്ചു വായും പൊളിച്ചു നോക്കിയിരിക്കും. ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ട് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കൂടെയുള്ളവർക്ക് അത് പകർന്നു കൊടുക്കണം. ഇത് വെറുതെ ഉണ്ടാകുന്നല്ല, നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഇന്നു മുതൽ നാളെ സായാഹ്ന ധ്യാനത്തിന് വരുമല്ലോ, ആ നിമിഷം വരെ ഉറക്കം ഒഴിച്ചുള്ള സമയങ്ങളിലെല്ലാം ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ മുഖത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണ് ധ്യാനിക്കാൻ വേണ്ടി ധ്യാനം കൂടി തളർന്നു കിടന്ന പെണ്ണാണ്. ധ്യാനം കൂടി തളർന്നു കിടക്കുക. ധ്യാനം കൂടി, പ്രിയമുള്ളവരെ, ധ്യാനം കൂടി ഒരു ഘട്ടത്തിലും അവൾക്കൊരു മാറ്റങ്ങളും ഉണ്ടായില്ല. കുമ്പസാര എടുത്തു, തൈലാഭിഷേകം കൊടുത്തു, ധ്യാനം കൂടി, കൗൺസിലിംഗ് നടത്തി, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, വിട്ടു. അവളുടെ തളർവാദം മാറിയില്ലെന്ന് മാത്രമല്ല, കാലിനും കൈക്കും വേദന ശകലം കൂടെ കൂടുകയും കൂടെ ചെയ്തു. ഈ 5 ദിവസത്തെ ഇരിപ്പ് കൊണ്ട് അവളുടെ വേദന കൂടി. അവൾ നിരാശയോടുകൂടിയാണ് തിരിച്ചു പോയത്. ഈ 5 ദിവസം ഞാൻ ഇത് കേട്ടിട്ടും ഒന്നും എനിക്ക് പ്രയോജനമുണ്ട്. പോകാൻ നേരത്ത് ഞാൻ അവൾക്ക് ഉപദേശം കൊടുത്തു, നീ എന്ത് ചെയ്യണം? ഇനി എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, പിറ്റേ ആഴ്ചയിൽ ഒരു ഉച്ച സമയം ആയപ്പോൾ അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത്, അവളുടെ കൈകാലുകൾ ബലപ്പെടുന്നതായി തോന്നി. അവൾ എഴുന്നേറ്റ് നിന്നു. ശരീരത്തിൽ നിന്ന് എല്ലാ വേദനകളും കഴിഞ്ഞ ആഴ്ചയിലോ 2-3 ആഴ്ച മുമ്പ് അവൾ തൂത്തുട്ടി ധ്യാനത്തിൽ പൂർണ്ണ ആരോഗ്യവതിയായി. ഒരു തളർന്നു കിടന്ന പെണ്ണാൻ തോന്നുന്നില്ല, പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ മുഖത്തപ്പെടും. എങ്ങനെ സംഭവിച്ചത്? പ്രിയമുള്ളവരെ, അവൾ ദൈവത്തെ സ്തുതിച്ചു. എല്ലാ രോഗങ്ങളും ബന്ധനങ്ങളും പൈശാചിക സ്വാധീനങ്ങളും എല്ലാം ഒരുപോലെ കീഴടങ്ങി. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാണ്? കരഞ്ഞും കൂവിയും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്ന പരിപാടി വിട്ടിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ച് എല്ലാത്തിനെയും കീഴടക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് വിജയം കൊള്ളുന്നത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വിജയം കൊള്ളും. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ചിന്തകൾ. അങ്ങനല്ലേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു ഇതാ പിതാവുമായി സംസാരിച്ചവൻ ഇതാ എല്ലാത്തിനും കീഴ്. കാറ്റ്, കടല്, രോഗങ്ങൾ, പൈശാചിക ശക്തികൾ എല്ലാം അവന് കീഴടങ്ങി. ഇതുപോലെ ഒരു മനുഷ്യന് ഈ ലോകം കീഴടങ്ങുന്നത് എങ്ങനെയാണെന്ന് ദൈവം പഠിപ്പിച്ചു യേശുവിലൂടെ. ഇതുപോലെ നമ്മളും പോയി എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കുക. യേശു ചെയ്തതൊക്കെ ചെയ്യുക. രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. 2 മണിയാകുമ്പോൾ എഴുന്നേക്കണം, അല്ലെ 3 മണിയാകുമ്പോൾ എഴുന്നേക്കണം. കർത്താവ് തട്ടി ഉണർത്തും. നമ്മളെന്ത് ചെയ്യും? ഉണർന്നു കഴിയുമ്പോൾ നേരം പെടുത്തില്ലല്ലോ എന്ന് ഓർത്ത് തിരിഞ്ഞു കിടക്കും. പരിശുദ്ധാത്മാവാണ് എഴുന്നേൽപ്പിച്ചത്. പരിശുദ്ധാത്മാവാണ് തട്ടി ഉണർത്തുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു? തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനം കഴിയുമ്പോൾ ഇന്ന് രാത്രി എല്ലാവരും കർത്താവ് 3 മണിയാകുമ്പോഴും 2 മണിയാകുമ്പോഴും 4 മണിയാകുമ്പോഴും എഴുന്നേൽപ്പിക്കും. എന്ത് ചെയ്യണം?
എഴുന്നേക്കണം. എഴുന്നേറ്റൊരു 1.5 മണിക്കൂർ തമ്പുരാൻ്റെ കൂടെ ഇരുന്ന് സങ്കീർത്തനം വായിക്കുകയോ സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ കരയുകയോ എന്തെങ്കിലും ചെയ്യും. നാളെ ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഇതിവിടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ധ്യാനമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പലതും പ്രവർത്തിക്കും. രോഗികളെ സുഖപ്പെടുത്തും, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കും, എല്ലാം നടക്കും. എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുക. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതര സഭാ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂമിയിൽ ക്രൈസ്തവ സമൂഹം ഇല്ലാതായി പോകാതിരിക്കാൻ ഇന്ന് പല സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭകൾ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആംഗ്ലിക്കൻ ചർച്ചുകളും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല സഭകളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ദേവാലയങ്ങൾ മാത്രം നിലനിൽക്കുന്നുണ്ട്, ആളുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. വിശ്വാസം പ്രിയമുള്ളവരെ, ഇന്നും പാശ്ചാത്യ സംസ്കാരം അടിച്ചു കയറി പല സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാ, വിശ്വാസം നിലനിർത്താൻ വേണ്ടി ദൈവം വിളിച്ച സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ വിശ്വാസ ചൈതന്യം നിറയാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച് ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാജത്തിന്റെ ആത്മാവ്, യൂദാസിന്റെ ആത്മാവ്, നേടാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കുക. ഇന്ന് ഭൂമിയിൽ അനേകം തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കും. ആത്മീയതയുടെ പേരിൽ പോലും പലതരത്തിലുള്ള വെട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടം. സഭകളിലും സമൂഹങ്ങളിലും എല്ലാം ഇത് കാണാൻ സാധിക്കും. ദൈവമേ, സത്യത്തിന്റെ ആത്മാവിനും സഭയിൽ നിലനിർത്താൻ, ഈ ഭൂമിയിൽ നേടാനല്ല നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണം. യേശു ഒരു അപ്പം പോലെ പങ്കുവെച്ച് നഷ്ടപ്പെട്ടവർ. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ പങ്കുവെച്ച് തീരേണ്ട ജീവിതമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ പങ്കുവെച്ച് തീരേണ്ട ജീവിതമാണ്. അതിനായി സമർപ്പിക്കുമ്പോൾ 5 അപ്പത്തെ 5000 മാറ്റിയ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അനുഗ്രഹിച്ച് അഭിഷേകിച്ച്, അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ദൈവം നിന്തായേയാം മേരി മാതാവേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. ദൈവത്തിൻ തായേയാം മേരി മാതാവേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി. എല്ലാവരും ചേർന്ന് അമ്മേ ഓ പരിശുദ്ധ അമ്മേ, ഈ സമൂഹം ഒന്നിച്ചു ചേർന്ന് പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. പുത്രനായ യേശു ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെയും ക്രൂശുമരണത്തിന്റെയും ഇരയായി ഇപ്പോൾ സ്വർഗം തുറക്കണമേ. ദൈവകൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കിയിടാൻ നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലം. ദൈവമേ, ഈ പരിശുദ്ധ സഭയെ ഓർക്കണമേ. നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. ഓ പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നിന്ന് വ്യാജത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വ്യാജത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. സത്യ ക്രിസ്ത്യാനികളായി ഞങ്ങളെല്ലാവരും രൂപാന്തരപ്പെടുത്തണമേ. വിശ്വാസ തീഷ്ണത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ
തീക്ഷ്ണതയോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. വിശ്വാസ തീക്ഷ്ണത ലഭിക്കാൻ വേണ്ടി കർത്താവേ, വിശ്വാസത്തിന്റെ കവാടം തുറക്കണമേ. വിശ്വാസ തീക്ഷ്ണത ജനത്തിന് കൊടുക്കണമേ. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള തീക്ഷ്ണത കൊടുക്കണമേ. തിരുവചനം പാലിക്കുവാനുള്ള തീക്ഷ്ണത കൊടുക്കണമേ. സാക്ഷിയായി തീരുവാനുള്ള തീക്ഷ്ണത കൊടുക്കണമേ. പങ്കുവെക്കുവാനുള്ള തീക്ഷ്ണത കൊടുക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നൂറ്റാണ്ട് അനുഗ്രഹത്തിന്റെ നൂറ്റാണ്ടാക്കി മാറ്റണം. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ തന്നെ അങ്ങയെ ദർശിക്കുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, തലമുറകളിലേക്ക് വിശ്വാസം പകരുവാൻ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നതിന്റെ മുമ്പിൽ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് മുമ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. വിശ്വാസ ചൈതന്യം അവരിലേക്ക് പകരണമേ. വിശുദ്ധകന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനമുള്ള കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതെല്ലാവർക്കും മുട്ടുകൊണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഈ സഭയെ അങ്ങ് ഓർക്കണമേ. പിതാവേ, ഈ ഇടവകയെ അങ്ങ് ഓർക്കണമേ. ഇവിടെ വീഴുന്ന ഓരോ കണ്ണുനീരും മുത്തുകളായി സ്വീകരിക്കണമേ. ഈ ദേവാലയത്തിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും അങ്ങ് അനുസ്മരിക്കണമേ. ഞങ്ങളുടെ നോയമ്പും ഉപവാസവും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആക്രമണങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനെ ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്രോതേ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും നാമെല്ലാവരുടെ കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.